ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചായ കൂടെയൊക്കെ കഴിഞ്ഞു കൂട്ടാം. എന്നിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ മത്തി ഇരിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് മുളകിടാൻ വിചാരിച്ചു. ഷാജേട്ട് എത്തിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 2:30 എൻ്റെ പറഞ്ഞുണ്ടോ അവിടെ നമ്മൾ ഇന്നലെ രാത്രി ഒരു 2:30 കഴിഞ്ഞല്ലേ? ചിലപ്പോൾ 2:30 കഴിഞ്ഞു. എന്നിട്ട് പിന്നെ 8:30 ഞാൻ രാവിലെ നീട്ടിട്ട് നോക്കുമ്പോൾ മെസ്സേജ് ഒന്നും കാണാനില്ല. അങ്ങനെ വിളിച്ചാലും കിട്ടില്ലല്ലോ. പിന്നെ അവിടുത്തെ ഏട്ടൻ്റെ വോയിസ് അയച്ചു. പിന്നെ ഒരു 9:30 ആകുമ്പോൾ നിങ്ങൾ വിളിച്ചു എത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ ആൾ ലീവാ, ഉറങ്ങുകയാണ്, നാളെ വർക്കിന് കയറുള്ളൂ, സുഖമായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചത്. നീക്കാൻ നേരം വൈകിട്ടുണ്ടായിരുന്നു. ദോശക്കാണ് അപ്പം ഒരു 8:10 ദിവസമാണ്. നല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് മീൻ മുളകിടാം, എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിച്ച് കഴിച്ചാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പം എനിക്ക് മീൻ ഉണ്ടാക്കാതിരിക്കാട്ടോ. അപ്പം ഇതൊക്കെയാണ് വിശേഷം. ഷാജേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, സുഖമായിട്ട് എത്തി. അപ്പം അങ്ങനെയൊക്കെ. ഇനി മത്തി ഞാൻ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഐസ് പോയിരുന്നു. ഇവിടെ ആക്കണ്ട, എന്താ വെച്ചാൽ മത്തിക്ക് നല്ല ഉളുമ്പ് സ്മെല്ലാണ്. 2, 4, 6, 7 ഉണ്ട്. ഞങ്ങൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഒരു 5 എടുത്ത് വറുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാരണമാണ് കുറവ്. ഇപ്പം നമുക്ക് നീ പുറത്തിരുന്ന് ഉണ്ടാക്കാം. ഇപ്പോൾ വലിയ മഴല്ല, വേഗം ഉണ്ടാക്കി നിൽക്കാം. മഴ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മത്തിക്ക് നല്ല ടേസ്റ്റ് പോവുക. വറുക്കാനും കറി വയ്ക്കാനും ഇല്ല. കറി വെച്ചാൽ പോരെ? കറി മതി. ഇത് കഴിഞ്ഞ് അലക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒന്ന് പൂജയ്ക്ക് ചെയ്യും. വായോ എല്ലാരും പോരും. വേദിക്ക് വരുമോ? വായോ. ഇനിയിപ്പോ അതൊക്കെ അത് ഒറ്റയ്ക്ക് കഴിക്കും. വേണമെങ്കിൽ പോന്നോണ്ട് നമ്മുടെ കിടത്തായിരുന്നു. വരുന്നു. ഏയ് വിട്ടുപോ. മഴക്കാലമായതുകൊണ്ട് ഇവിടെ വന്നിട്ട് മീൻ ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിക്കത് ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് മീൻ ഉണ്ടാക്കാറ്. ഇതാ മീൻ ഉണ്ടാക്കുമ്പോഴേക്കും ഈ പൂച്ചക്കുട്ടന്മാരൊക്കെ എവിടെന്നെങ്കിലും ഓടി പാഞ്ഞു വരും. ഇതിൻ്റെ ഒരു കുഞ്ഞതുണ്ട് കേട്ടോ, കുഞ്ഞാപ്പി. അതിന് ഫുഡ് കിട്ടാതെ ഇങ്ങോട്ട് സൂക്ഷിച്ച് പോയിട്ടുണ്ടേ. അതിനെ കാണാറേ ഇല്ല. അതിനാണെങ്കിൽ സാമർത്ഥ്യം അറിയില്ല, പഠിച്ചു വരണേ ഉള്ളൂ തോന്നുന്നു. ഇതിൽ കൂട്ടത്തിൽ ഒരുത്തം ഭയങ്കര സാമർത്ഥ്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വേസ്റ്റ് അവിടെ കൊണ്ട് കളഞ്ഞാൽ അവർക്കൊന്നും കിട്ടില്ല, അടിപിടി കൂടും. അപ്പോൾ എല്ലാവർക്കും വീതിച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ അവിടെ പോയി കളഞ്ഞ് ഇതാ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ല തിരുമ്മി കഴുകി വൃത്തിയാക്കി നമ്മുടെ മത്തിക്കൂട്ടൻ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് പുറത്ത് വെച്ച് കഴുകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാർഗ്ഗവും ഇല്ല. അതുകൊണ്ടാണ് ഉള്ളിൽ വെച്ചിട്ട് ചെയ്യണത്. ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ കംഫേർട്ടും നമ്മുടെ എന്താ പറയുക ഷാമ്പൂ ഒക്കെ കലക്കി പാർന്നിട്ട് അവിടെ അങ്ങോട്ട് വൃത്തിയാക്കും കേട്ടോ. സ്മെല്ല് അങ്ങനെ ഉളുമ്പോൾ വേണം, വല്ലാണ്ടൊന്നും അടിക്കാറില്ല. പിന്നെ നമുക്ക് അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മീനൊന്നും കഴിക്കാത്തവർ വരികയാണെങ്കിൽ അവർക്ക് അസലായിട്ട് ഈ ഒരു ഉളുമ്പ് മണം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ നല്ലോണം വൃത്തിയാക്കി കഴുകി റെഡിയാക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് പതപ്പിച്ച് റെഡിയാക്കി വെക്കും കേട്ടോ. അങ്ങനെ മത്തിയൊക്കെ കഴുകി ചട്ടിയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിതാ വേഗം അതിലേക്കുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നൊന്നും ഒരു ഉഷാറുള്ള ദിവസമേ അല്ല കേട്ടോ. ഒന്നാമത് ഞാൻ പീരീഡ്സുവാ, രണ്ടാമത് ഷാജേട്ടൻ പോയതിൻ്റെ ടെൻഷനും പിന്നെ എല്ലാം കൂടെ. പിന്നെ എനിക്ക് പോയി കഴിഞ്ഞിട്ടാണ്, പോയല്ല എയർപോർട്ടിൽ എത്തണതിൻ്റെ ആ ഒരു യാത്രയുടെ സമയത്താണ് എനിക്ക് ഇതൊക്കെ കൂടെ ദൈവമേ ഇതെല്ലാം കൂടെ ഞാൻ മാനേജ് ചെയ്യണ്ടേ. പിള്ളേരുടെ കാര്യം, പിന്നെ കണ്ണൻകുട്ടി ചെക്കന്മാരല്ലേ, ചെക്കന്മാരുടെ ഒക്കെ കാര്യം മാനേജ് ചെയ്യാൻ വലിയ പാടാണ്. ആരുടെ കാര്യമാണെങ്കിലും മാനേജ് ചെയ്യും, കുട്ടികളുടെയൊക്കെ. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ അത്ര പേടി ഒന്നുമല്ല, എന്തോ ഒരു ടെൻഷനും ആണല്ലോ ഒക്കെ നമ്മുടെ. എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഓക്കെ അല്ല നമ്മൾ ആരും കേട്ടോ. കണ്ണൻകുട്ടിക്ക് വലിയ പാടില്ല, എനിക്കും പൂജട്ടിക്കാണ് വല്ലാത്തൊരു പ്രശ്നം കേട്ടോ. അവൻ ഈ ഒരു ഏരിയയിൽ നിന്ന് പോകണ്ടെന്നേ ഉള്ളൂ. ഈ വീട് മാറിയിട്ട് ഈ ഒരു ചുറ്റുവട്ടത്തിൽ തന്നെ ആയാൽ മതിയെന്നേ ഉള്ളൂ. അല്ലാതെ അവന് വലിയ പ്രശ്നമൊന്നും അവനില്ല കേട്ടോ. ഇനി നമ്മൾക്ക് വീട് മാറണം ഇവിടെ നിന്ന് പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഷാജേട്ടൻ പോണതിൻ്റെ മുന്നേ മാറാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് നമുക്ക് റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഷോക്ക് അടിക്കുന്നുണ്ട്, അതുപോലെ ചോർച്ചയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴേ നമുക്ക് ഇവിടെ ഓക്കെ അല്ല നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാറാൻ നോക്കുന്നുണ്ട് നമ്മൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ ടെൻഷനല്ലേ.
അങ്ങനെ ഇതാ നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. മീൻകറി വെക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ മുളകിടുകയാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഉലുവ പൊട്ടിച്ചു. എന്നിട്ട് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം ചതച്ചത് ഇട്ട് കൊടുക്കുക, വേപ്പിലിട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ മൂത്ത് വാടി വരുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടഞ്ഞ് ആ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ വെന്തുടഞ്ഞിട്ടാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക. അത് നടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെന്തുടഞ്ഞോളൂ. എന്നിട്ട് അതിലേക്ക് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ലേശം കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് ഒരു കുറുക്കം വരും, കളറും വരുവേ. നമ്മുടെ മുളക് പൊടിക്ക് നല്ല എരിവ്, അതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ ഉണ്ടാവില്ല, എരിവ് നല്ലോണം ആയിരിക്കും. എനിക്കാണെങ്കിൽ ഈ കളറില്ലാത്ത കറി കാണുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് പുളിയും കൂടെ പിഴിഞ്ഞ് നമ്മുടെ ഗ്രേവി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഈ ഒരു പുളിയും ഗ്രേവിയും മതി നമുക്ക്. ഇന്നും ഉണ്ടാവും, പിറ്റേ ദിവസം രാവിലെ പലഹാരത്തേക്കും ഉണ്ടാവും. നമ്മളിവിടെ പിറ്റേ ദിവസം രാവിലെ പുട്ടാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ദോശയ്ക്കാണെങ്കിലും നമ്മൾ മീൻകറി കൂട്ടും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മലപ്പുറംകാർക്ക് മീൻകറി എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഏത് നേരത്താണെങ്കിലും ഓക്കെയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഒറ്റപ്പാലം ആ ഭാഗത്തൊക്കെ അവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മീൻകറി രാവിലെ എന്നൊക്കെ പറയുമ്പോൾ അവർ മുഖം ചുളിക്കും. നമ്മൾ മുഖം ഒന്നും ചുളിക്കില്ല, നമ്മൾ ചിരിക്കും, ഹായ് മീൻകറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാവിലേക്കും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ട് കുറച്ച് ആക്കി വെച്ചു. ഇപ്പോൾ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അത് വാടി ചീഞ്ഞ് പോണ വരെ ഞാനത് ഓർക്കില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ചു. നമ്മുടെ ഇവിടെ ആർക്കും ഈ ഒരു ബീട്രൂട്ട്, ഷാജേട്ടനാട്ടോ ഇഷ്ടം കൂടുതൽ. ഇവിടെ പിന്നെ ഇപ്പോൾ ഞാൻ വേറെ വെറുതെ കടുകിട്ട് പൊട്ടിച്ചാലൊന്നും ഇവിടെ കണ്ണൻകുട്ടിക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ അപ്പോൾ അവന് ഇഷ്ടമുള്ള രീതിക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ പിള്ളേർ കഴിക്കും കേട്ടോ. അപ്പോൾ അതാ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി തോലൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് കുനുകുനാന്ന് തന്നെ ചെത്തി അരിഞ്ഞ് റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാൻ ആ ചോപ്പറിൽ എടുക്കണില്ലേ, എങ്ങനെ എടുക്കാനും കയ്യിന് വേദന. ചോപ്പറാണെങ്കിലും ഇങ്ങനെ തിരിക്കണം, അപ്പോഴും കയ്യിന് പെയിന. അരിയാണെങ്കിലും ഇപ്പം കൈ കൊണ്ട് വെച്ചിട്ട് തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ആ ചോപ്പറൊന്നും എടുത്ത് അതിലിട്ട് കഴുകണ്ടേന്ന് വിചാരിച്ചു ഞാൻ അവിടെ ഇരുന്നിട്ട് അതങ്ങോട്ട് അരിയാ വിചാരിച്ചു. സമയമുണ്ട്, നമുക്ക് മീൻകറി ആവണ സമയം വരെ ഉണ്ടല്ലോ, അത് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് കുനുക്കുന അരിയൊക്കെ. ഇത് പണ്ടൊക്കെ ഞങ്ങൾ ഈ ബീട്രൂട്ടിൻ്റെ കഷ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുണ്ടത്ത് തേച്ചിട്ട് ലിപ്സ്റ്റിക് ആയിട്ട്, അതൊന്നും ലിപ്സ്റ്റിക് ഇല്ലല്ലോ, ഇത് പുരട്ടും. അതുപോലെ കയ്യിലൊക്കെ ആവണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു പിങ്ക് കളർ വരില്ലേ, റോസ്, അതുപോലെ ആ ഒരു കഷ്ണം എടുത്തിട്ട് ചുണ്ടിൽ തേച്ച് അങ്ങനെ നടന്നായിരുന്നു. അതുപോലെ നമ്മൾ സ്കൂളിലേക്ക് ഇവിടെ ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ചോറ് ഇതിൻ്റെ ഒരു കളറല്ലേ, അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അന്ന് ഈ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചിട്ടല്ലേ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ പിള്ളേർക്ക് കറിയും ഉപ്പേരിയും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്നും തികയില്ല. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഉണ്ട് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് നമ്മളത് വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ, ഞാനിതിൽ ഓയിലാണ് സൺഫ്ലവർ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ എടുക്കാൻ പേടിയാവുകയാണ് വില ആലോചിച്ചിട്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഓയിലിൽ കുക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് മാറുമ്പോൾ അറിയാനും പറ്റും. ഇനിയിപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല, ഉള്ളത് കൂട്ടി അങ്ങോട്ട് ടേസ്റ്റ് മാറിയാലും കഴിക്കുക തന്നെ. അങ്ങനെ ഓയിൽ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചിട്ട് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അത് മൂത്ത് വരുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചങ്ങോട്ട് വയ്ക്കുക. ഇതിന് ഞാൻ വെള്ളം ഒഴിക്കില്ല കേട്ടോ. ഞാനൊക്കെ ഈ ആവിയിൽ സിമ്മിൽ കിടന്ന് അങ്ങനെ വേവിച്ചെടുത്ത് കഴിയുക. എനിക്ക് ചില ഉപ്പേരിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറണ പോലെ തോന്നും. ഇതൊക്കെ കുനുകുന അരിയണതല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അടക്കി വെച്ചാൽ വേവിച്ചിട്ട് നമുക്കിനി ബാക്കിയുള്ള പാത്രങ്ങളും പിന്നെ പലകയില്ലേ നമ്മൾ കഷ്ണങ്ങൾ അരിയണേ, അതൊക്കെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 2 ദിവസമായിട്ട് എന്തില്ലാത്ത ക്ഷീണവും ടെൻഷനോ. എനിക്ക് ഈ ടെൻഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാവും കേട്ടോ. ഫുഡ് കഴിച്ചാൽ പോവില്ല, ഉറങ്ങാൻ പറ്റില്ല, എന്നാലും ആ ബെഡിൽ നിന്ന് അങ്ങോട്ട് നീക്കാനും പറ്റില്ല. അങ്ങനത്തെ ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ദിവസം മൊത്തം കിടക്കുന്നുള്ളതുകൊണ്ട് വേഗം ഫുഡും കാര്യങ്ങളും ആക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ കിടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ ഉപ്പേരി ഒരു പകുതി മുക്കാലും വെന്ത് കഴിഞ്ഞാൽ കുറച്ച് നാളികേരം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് യോജിപ്പിച്ചിട്ട് പിന്നെ എടുത്ത് കഴിഞ്ഞാൽ ആ നല്ല ടേസ്റ്റ്. ഇങ്ങനത്തെ ഉപ്പേരി കണ്ണൻകുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ് നാളികേരം ചിരകിയിടുന്നത്. അപ്പോൾ ഉപ്പേരി റെഡിയായി, അതൊരു പാത്രത്തിലാക്കി. നമ്മുടെ മീൻകറി സെറ്റായി. അത് പിന്നെ ചട്ടിയിൽ തന്നെ അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു. ചട്ടിയിൽ നിന്ന് മാറ്റിയാലും അതിൻ്റെ തിള അങ്ങനെ വരുമല്ലോ, അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് മാറ്റാൻ വിചാരിച്ചേ. എന്നിട്ട് നമ്മൾ 2 ഗ്ലാസ് അരിയും കൂടെ കുക്കറിലിട്ടിട്ട് അവിടെ കപ്പാടെ കയ്യോടെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി അങ്ങോട്ട് വെക്കുക. എന്നിട്ട് വേണം പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പൂജിട്ടിയാണെങ്കിൽ എല്ലാവരും അടിച്ച് വാരി തുടച്ച്, തലേ ദിവസം നമ്മൾ തുടയ്ക്കണോണ്ട് പിറ്റേ ദിവസം അടിച്ച് വാരി ഇട്ടാൽ മതി. അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. വർഷക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ തുടയ്ക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അങ്ങോട്ടും കൂടെ ഒന്നും ചവിട്ടി കുത്തി നമ്മൾ കയറണമെന്നില്ലല്ലോ. 2 ദിവസം കൂടുമ്പോൾ തുടച്ചാൽ മതി. എന്താ വെച്ചാൽ നിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രളയമാണ്, വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും തുടച്ചുകൊണ്ട് എപ്പോഴും തുടച്ച പോലെ ആയിരിക്കും. അതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് തുടയ്ക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ തുടച്ച് ആ തുടപ്പൊന്ന് കഴുകി വൃത്തിയാക്കി അവിടെ വിരിച്ചിട്ടു. എന്നിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ച് വന്നിട്ട് ഫുഡ് വിളമ്പാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്ത് തണുപ്പാണെന്നറിയോ. ഇപ്പം എപ്പോൾ നോക്കുമ്പോഴും സൂര്യേട്ടൻ വരാത്തതുകൊണ്ട്, വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോൾ നോക്കിയാലും രാവിലെ ആണോ വൈകുന്നേരമാണോ ഉച്ചയാണോ എന്ന് അറിയില്ല കേട്ടോ. ടൈം അറിയില്ല. വിശന്നിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ടൈം നോക്കുമ്പോൾ അയ്യോ 2 മണിയായോ 1:30 ആയോ എന്നൊക്കെ അറിയുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് കേട്ടോ.
ഈ ഒരു 2-3-4 ദിവസമായിട്ടുള്ള മഴ എന്ന് പറയുകയാണെങ്കിൽ നിർത്താത്ത മഴയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ടെൻഷനുള്ള സമയത്ത് മഴയും കൂടെ ആകുമ്പോഴേക്കും ഞാൻ അതിനേക്കാട്ടിലും ഡൗൺ ആവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? ഈ ഒരു മൂടി പിടിച്ച കാലാവസ്ഥയും നമ്മളൊരു മൂടി പിടിച്ചതാവുമ്പോൾ ആകെപ്പാടെ പാടാണ് കേട്ടോ. അങ്ങനെ ഞാനും കണ്ണൻ കുട്ടിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നമ്മുടെ മത്തിച്ചാറും ഉപ്പേരിയും നെല്ലിക്കാച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിരുന്ന് കഴിക്കാം. പൂജിട്ട് ഇതാ കഴിക്കാൻ വരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. പിന്നെ പൂജിട്ട് വിളക്കൊക്കെ വെച്ചു. പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നലില്ല, തണുപ്പ് കാരണം കേട്ടോ. അടച്ച് റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് മൊത്തം. ഹലോ ഗായ് ദുരന്ത ശരിയായിട്ടൊന്നാക്കി പറയണോ? കണ്ണൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ കണ്ണന് നാണം ഇടകണ്ണ ഇട്ടിട്ടൊക്കെ നോക്കാം. ഗേൾ ഫ്രണ്ട്സാ അല്ലേ ഗൈസ്? മഴ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇത് വോയിസ് ഞാൻ അതിലുണ്ടോ നമ്മൾ പറയണ നോക്കാം ഉണ്ടല്ല. ശേഷം ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നല്ല മഴയായിരുന്നു ഒന്ന്. പിന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളൊന്ന് കിടന്ന് നീറ്റു, പൂജിട്ട് വിളക്ക് വെച്ചു. ഒന്ന് പുറത്ത് പോകണം, വളാഞ്ചേരി പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. നല്ല മഴയാണെന്ന്. അപ്പോൾ ഫോണെടുത്ത സാത്താൻ കുരിശ് കണ്ടപ്പോൾ ഓടും. അല്ലെങ്കിൽ നല്ല വലിയ ഡയലോഗാണ്. ഞാനിനി അറിയാണ്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പറയണതൊക്കെ. അറിയാതെ എടുക്കണ്ട, ഫോണിട്ട് പോയാലാണ് പ്രശ്നം. നമ്മൾ പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാട്ടെ. നല്ല മഴയായിരുന്നു. കുറേ നേരമായി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. മഴ മാറുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ ഇവിടെ ലിമാക്സിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോകണില്ല, വളാഞ്ചേരിക്ക് അങ്ങോട്ട് പോകണില്ല. ഇവിടെ ആകുമ്പോൾ പിന്നെ അടുത്തല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിയിട്ട് വേഗം വാങ്ങിയിട്ട് വരാം കേട്ടോ. കഴിഞ്ഞാൽ പൂജിട്ട് പോവാ. എവിടെയായിരുന്നു? നമ്മുടെ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കുളമംഗലത്ത് ലീമാക്സിൽ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ആയാലും പകലായാലും എപ്പോൾ വേണമെങ്കിൽ ഓടി വരാം. നമ്മൾ മിക്കതും പർച്ചേസിങ്ങിന് രാത്രിയാണ് ഇറങ്ങുന്നത്. നമുക്ക് അതാണ് കേട്ടോ ഇഷ്ടം കൂടുതൽ. എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ട് 3 ആളും കൂടെ അങ്ങോട്ട് ഇറങ്ങിയാൽ സാധനം വാങ്ങിയിട്ട് പോരാ കേട്ടോ. ഞങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റിലേഷൻ ആരെങ്കിലും വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ അപ്പോൾ ഈ നേരത്തോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ പറയാം അപ്പം എന്താ ഈ നേരത്ത് എന്താ, ഒരു കുഴപ്പമില്ല പറയും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ നേരത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു 7:30-8 മണി 7:30 കഴിഞ്ഞിട്ടുണ്ടാവേ. അപ്പോൾ അവിടെ വന്നിട്ട് പച്ചക്കറി നോക്കുമ്പോൾ ഒക്കെ തിരവായിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേണ്ട പച്ചക്കറികളൊന്നുമില്ല. തക്കാളിയൊക്കെ മൊത്തം ഒരു ഇതൊക്കെ തിരഞ്ഞെടുത്തിട്ട് തീർന്നിട്ടുണ്ട്, ഓഫറിലുള്ളതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അങ്ങനെ തപ്പി തിരഞ്ഞ് നടന്നപ്പോൾ എനിക്ക് വേണ്ടതൊന്നും ഇട്ടില്ലേ, ഇനി വേണ്ടാത്തതൊക്കെ ഉണ്ട്. ഇനി ഞാൻ പച്ചക്കറി ഐറ്റംസ് അവിടെ അങ്ങോട്ട് വെച്ചു. അത് പുറത്തുനിന്ന് മേടിക്കാൻ വിചാരിച്ചു. പലചരക്കുള്ള പരിപ്പ്, കടല, പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഉപ്പ്, നല്ല എണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കി എടുത്തു കേട്ടോ. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്റ്റെക്കാവില്ല. ഈ ഒരു പ്രൈസ് സാധനം എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ഞാനതിൻ്റെ റേറ്റ് നോക്കും. പൂജിട്ടി അപ്പോൾ പറയും സമയം പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവൾ വീഡിയോ എടുക്കുമ്പോൾ ഞാനതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനത് എടുക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാൽക്കുലേഷൻ നോക്കിയിട്ടല്ലേ ഞാൻ എടുക്കുക. വേണ്ടതും വേണ്ടാത്തതും അത്യാവശ്യമുള്ളത് മാത്രം എടുക്കും. പിന്നെ ബഡ്ജറ്റ് നോക്കിയിട്ടല്ലേ നമ്മൾ എടുക്കുള്ളൂ. അതാണ് ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാച്ച ചേരിച്ച റേറ്റ് നോക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൈ പൊള്ളി, അതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. വെളിച്ചെണ്ണ എടുത്തിട്ടില്ല. ബാക്കിയുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ബില്ലാക്കാൻ വേണ്ടി കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബില്ലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. നമ്മൾ മുന്നേ വരുമ്പോൾ പരിചയമുള്ള പിള്ളേരുണ്ടായിരുന്നില്ല. മറ്റേത് നമ്മളിവിടെ പരിചയമുള്ള കുട്ടികളും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും ഇന്നിപ്പോൾ പരിചയമില്ലാത്തവരായിരുന്നേ. അപ്പോൾ ബില്ലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മളത് ബില്ലടിക്കണം. ഇനി നമുക്ക് പച്ചക്കറി മേടിക്കണം. ചിക്കൻ മേടിക്കാൻ പറഞ്ഞു കണ്ണൻകുട്ടി. 100 രൂപയ്ക്ക് മത്തി വാങ്ങിയാൽ 7-6 ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു 130 രൂപ 200 രൂപയുടെ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ദിവസം 4 ദിവസമൊക്കെ അടിപൊളിയായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതല്ലേ ലാഭം എന്ന് വിചാരിച്ചിട്ട് കണ്ണൻ പറഞ്ഞൊന്ന് ചിക്കൻ മേടിക്കാം. അങ്ങനെ നോക്കി ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് അവൻ അതിൻ്റെ അപ്പുറത്തേക്കും പോയി. ഞാൻ ഇവിടെ നമ്മുടെ ബാവുപ്പടിക്ക് ഇവിടുന്നില്ലേ അടിപൊളിയാട്ടോ പച്ചക്കറി നല്ലതാണ്. ഇനി പിന്നെ 100 രൂപയുടെ കിറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടും മുരിങ്ങക്കായും ഒക്കെ കൂടുതൽ എല്ലാം ഉണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താ അറിയോ, കോവയ്ക്ക. എനിക്കിവിടെ കോവയ്ക്ക വലിയ താല്പര്യമില്ലായിരിക്കും. അപ്പോൾ ആ ആയിട്ട് എടുത്തിട്ടപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു കോവയ്ക്കയുടെ പകരം വേറെ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. എന്തായാലും വേണ്ടില്ല, നമ്മളത് കഴിച്ച് തീർക്കണം എന്തായാലും. അപ്പോൾ അതും വാങ്ങി കണ്ണൻകുട്ടി അവിടെ നിന്ന് ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ട് അവനും ഞങ്ങളൊക്കെ കൂടെ അതായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. എല്ലാ സാധനങ്ങളും വാങ്ങി. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അടുക്കി പെറുക്കി വെക്കണം. ഇല്ലെങ്കിൽ അതങ്ങനെ മടിച്ചിരിക്കും. നമ്മളെന്തെങ്കിലും എനിക്ക് ഈ നമ്മൾ അങ്ങനെ സങ്കടമോ ടെൻഷനൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് എണീക്കാൻ വേണ്ടി വലിയ പാടാട്ടോ. വെച്ചാൽ നമ്മളതൊന്നും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഞാൻ വല്ല റോബോട്ട് പോലെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ വലിയ പാടില്ല. അപ്പോൾ അതാണ് ഇത് കൈയോടൊപ്പം തന്നെ അങ്ങോട്ട് ഒതുക്കി വെക്കാൻ വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക. അല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് പുറത്ത് വെക്കേണ്ടത് പുറത്തും ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഇല്ലാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ഉള്ളി ഇല്ല, സവാളയും തക്കാളിയും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ അത് ഉണ്ട്, നമുക്ക് കഴിയുമ്പോൾ വാങ്ങിയാൽ മതി. എന്നാലും ലാഭമാട്ടോ 100 രൂപയ്ക്ക് ഇത്രയും. മറ്റേത് ഞങ്ങൾ ഒരുപാട് പച്ചക്കറി വാങ്ങിയാൽ 200 സംതിങ്, ഒരുപാടല്ല കുറച്ച് പച്ചക്കറി വാങ്ങിയാൽ 200 സംതിങ് ആവും. എന്നാൽ നമുക്കതിൽ കാര്യപ്പെട്ടതുണ്ടോ ഇല്ല ടേനി കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിന്നാണ് പച്ചക്കറി മേടിക്കുക. പിന്നെ എന്താ നമ്മുടെ പലചരക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, റവയും പരിപ്പും കടലൊക്കെ അതാത് പാത്രത്തിലാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റിലാക്കുമ്പോൾ എന്താ അറിയോ, അത് കുറച്ചെടുക്കും, പിന്നെ നമ്മളത് കെട്ടി വെക്കും, ഞാനത് വിട്ടും പോവും, പിന്നെ അത് അങ്ങനെ അവിടെ ഇരിക്കും. ഇതാകുമ്പോൾ നമുക്ക് അറിയാം തീരണതും എടുക്കണതും ഒക്കെ. പൊട്ടിക്കാത്തത് ആണെങ്കിൽ ഞാൻ അങ്ങനെ ആ ഒരു ബക്കറ്റിൽ അങ്ങനെ ഇട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ പരിപ്പ് കടല സാധനങ്ങൾ നമുക്കിവിടെ രാവിലത്തെ പലഹാരത്തിനാണ് മെയിനായിട്ട് വേണ്ടത്. എന്താ വെച്ചാൽ പിള്ളേർ രാവിലെ കഴിക്കുന്നതും കൊണ്ടുപോകണമൊക്കെ ഇതായതുകൊണ്ടേ, അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളാണ് ഇപ്രാവശ്യം ഞാൻ മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത്. കറി വയ്ക്കപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ചമ്മന്തിയോ തക്കാളി താളിപ്പോ ഒരു മുട്ട മസാലയോ പരിപ്പ് കുത്തി വറുത്തിട്ടൊക്കെ ഉണ്ടെങ്കിലും അത് മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത്, അതിലേക്കുള്ള കറിക്കുള്ളതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒതുക്കി പെറുക്കി റെഡിയാക്കി പാത്രങ്ങളിലാക്കി വെച്ചു. ഇനി നമുക്ക് ഈ ആട്ടപ്പൊടിയില്ലേ, ഇതും ഞാനൊരു അളുക്കിലാക്കി വെച്ചു. ഇങ്ങനെ കവറിലാക്കി വെക്കുമ്പോൾ പാടാണ്, വല്ല കൂറയോ പാറ്റോ, ഇവിടെ ആണെങ്കിൽ നല്ലോണം കൂറയുണ്ട്. അപ്പോൾ അത് കാരണം അപ്പോൾ പോസിറ്റീവ് ചോദിക്കുക ഇതൊക്കെ ഇങ്ങനെ ആക്കി വെക്കുമോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആക്കി വെക്കും എന്നൊക്കെ പറഞ്ഞു അവളോടും കാര്യം പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. പോസിറ്റീവ് വീഡിയോ പിടിച്ച് തരണ്ടേ. അതൊക്കെ ആക്കി ഇനി നമുക്ക് അവിടേക്ക് ഒന്ന് അപ്പാടെ തുടച്ച് വൃത്തിയാക്കിയിടണം. എന്താ വെച്ചാൽ നമ്മളിത് പാക്കറ്റിലൊക്കെ ആക്കിയതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഫുഡ് ഇന്ന് രാത്രി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉച്ചാകുമ്പോഴത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് രണ്ടാമത് എന്തെങ്കിലും ആക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇത് കൊടുത്തിട്ടായിരുന്നു, കാടമുട്ട അന്ന് കൊടുന്നില്ലേ, അതിൽ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് അവൻ കുക്കറിലിട്ടൊക്കെ പുഴുങ്ങി തോലൊക്കെ കളഞ്ഞ് തന്നെ സഹായിച്ചു ഇതിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ അതൊരു മസാല ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അതും കൂടെ ആക്കി. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ. ഹൈപ്പ് എന്ന് പറയാനുള്ള ഓപ്ഷൻ വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.